വെൽക്കം ബാക്ക് ടു ലേണിംഗ്. LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്, എക്സാം ഏകദേശം എപ്പോൾ വരും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ വേണ്ടത്? കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പൊ പലരുടെ ഒരു പ്രശ്നം, എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഇത് എങ്ങനെ ഓർത്തു വെക്കാനായിട്ട് സാധിക്കും? കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠന രീതിയാണ്. അതായത് ഒരു കൃത്യതയോടുകൂടി അല്ലെങ്കിൽ ഒരു ഓർഡറോടുകൂടി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ആണ്. അത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, നമുക്ക് എത്ര സമയമുണ്ട്, ഇതിൽ നമുക്ക് ഇത് എങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഈ സ്റ്റഡി പ്ലാനിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ. ഓക്കെ, അപ്പൊ ഈ ടൈം ടേബിൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കേട്ടിട്ട് അതിൽ വെച്ചിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. എനിവേ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ടൈം ടേബിൾ ആണ്. അതായത് നമുക്കുള്ള ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഓരോ ദിവസം ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഇട്ട് വെക്കാം. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് ഒരു ടു ഡു ലിസ്റ്റ്. അതായത് ഓരോ ദിവസവും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് അതിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നത് എന്താണോ അത് ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുത്തിട്ട് ഇന്ന ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സോഴ്സിൽ നിന്ന് ഇന്ന വീഡിയോ കണ്ട് നമ്മൾ പഠിച്ചു എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനൊരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കബോർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൽ നമ്മൾ സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കൃത്യമായി ഓരോ സെറ്റായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എടുക്കാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ നമുക്ക് കുറേ ഫയലുകളുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഫയലും കൃത്യമായി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ പഠനവും ഒരു ഓർഡറിലാണെങ്കിൽ, ഒരു സിസ്റ്റമാറ്റിക് ആണെങ്കിൽ, റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓർഡറിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയത്താണ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സംഭവങ്ങൾ നമ്മൾ ഇവിടുന്നാണ് പഠിച്ചത്, ഇന്ന ബുക്കിൽ നിന്നാണ് പഠിച്ചത് എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ചിട്ടയായ പഠന രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി പഠിച്ചു കഴിയാനും റിവിഷൻ ചെയ്യാനും സാധിക്കും. മാത്രമല്ല, നമ്മൾ ഈ രീതിയിൽ പഠിച്ച് നിങ്ങൾ ഒരു 2 ആഴ്ച ചെയ്തു നോക്കൂ, നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഇത്ര പഠിച്ചു എങ്കിൽ ഇനി വരുന്ന ദിവസം കൊണ്ട് നമുക്കിത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഓർഡർ ഇല്ലാതെയാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിനെ കുറിച്ചും ഇനി എത്ര പഠിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഒന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയോ ദിവസം ഇരുന്ന് പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ കേൾക്കുന്നു, അതങ്ങനെ തീരുന്നു. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ചിട്ടയായ ഒരു പഠന രീതി നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്റ്റഡി പ്ലാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, ഓരോരുത്തർക്കും ഉള്ള സമയം ഡിഫറെൻ്റ് ആയിരിക്കും. ജോലി ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, മറ്റ് എൻഗേജ്മെന്റ്സ് ഉള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ചിന്തിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങാം. താങ്ക് യു.